ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഐബ്രോ എങ്ങനെ പ്രോപ്പർ ആയിട്ട് എഴുതാം എന്നുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നതാണല്ലേ ഐബ്രോ എന്ന് പറയുന്നത്. നമ്മൾ ഐബ്രോ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ തന്നെ നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ലുക്ക് നല്ല അടിപൊളിയാക്കാനൊക്കെ ആയിട്ട് ഐബ്രോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എഴുതുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ഐബ്രോ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഐബ്രോ എഴുതാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് നമ്മുടെ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം വേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റ് ആണ്. ഇത് 4 ഷെയ്ഡ്സ് വരുന്ന ഒരു ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ. ഇത് 4 ഷെയ്ഡ് ആവശ്യം നമുക്കില്ല. 2 ഷെയ്ഡ് നമ്മുടെ ഓരോരുത്തരുടെയും ഐബ്രോയുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഏത് കളർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാത്രം നമ്മൾ ഇപ്പോൾ 2 ഷെയ്ഡ് മാത്രമായിട്ട് വരുന്നതുണ്ട്, 3 ഷെയ്ഡ് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാലറ്റ് ആണെങ്കിലും സെലക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂളി ബ്രഷ് ആണ്. അപ്പോൾ സ്പൂളി ബ്രഷ്, ഈ ഒരു ചെറിയ ബ്രഷ് എനിക്ക് ഈ ഒരു പാലറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പൂളി ബ്രഷ് എപ്പോഴും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സ്പൂളി ബ്രഷ് ഇതേപോലെ അടിവശത്തൊരു സ്പൂളിയും പിന്നെ ഇതേപോലെ ഇങ്ങനെ ആംഗുലാർ ഒരു ബ്രഷും വരുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്പൂളി ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഐബ്രോ ഒന്ന് ചീകി കൊടുക്കണം. അപ്പം അങ്ങനെ ചീകി കൊടുക്കുമ്പോഴേ നല്ല പ്രോപ്പറായിട്ടൊരു ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഐബ്രോയുടെ തിക്നെസ്സിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഐബ്രോ ഏത് കളർ വേണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല തിക്നെസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഐബ്രോ എന്ന് പറയുന്നത് എനിക്ക് അധികം ഭയങ്കര തിക്നെസ് ഇല്ല, എന്നാൽ ആവശ്യത്തിനുള്ള പുരുക എനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണ്. നമ്മൾ ഒരിക്കലും ഐബ്രോ എഴുതുമ്പം ഐബ്രോയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കാതെ ഇരിക്കുക. ഒരു പകുതി പോർഷൻ തൊട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് എവിടെയാണ് ആർച്ച് വരേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പൊക്കി ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ താഴെവശം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മുതൽക്ക് തന്നെ ഇങ്ങനെ എഴുതി ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. കണ്ടില്ലേ? ഞാൻ പറയുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കുക കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ നിങ്ങളൊന്ന് വരച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐബ്രോയുടെ ഉള്ളുവശം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടും ഞാൻ ആ ഒരു സെയിം ഡാർക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് ഞാനൊന്ന് ഫ്രണ്ടല്ല ഫില്ല് ചെയ്യുന്നത്, ഫ്രണ്ട് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ എന്താ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫില്ല് ചെയ്യുമ്പം നമ്മുടെ ഐബ്രോയുടെ ആ ഒരു ഹെയർ ഉണ്ടല്ലോ, ആ ഒരു ഹെയറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോ കുറച്ചും കൂടെ ഡാർക്കൻ ആക്കണമെങ്കിൽ ആക്കാം. എനിക്ക് ഇതാണ് കംഫർട്ടബിൾ. ഞാൻ ഇത് കൂടുതൽ എൻ്റെ ഐബ്രോ ഡാർക്കൻ ആക്കാറില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോയുടെ ഫ്രണ്ട് വശം നമ്മൾ എപ്പോഴും ലൈറ്റർ കളർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ ഒരു ലൈറ്റർ ഷെയ്ഡും പിന്നെ ഒരു ഡാർക്കും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് വശം എഴുതി കൊടുക്കുകയാണ്. ഫ്രണ്ട് വശം എഴുതി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രോക്ക് വരച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ആ സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് നല്ല സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ പുരുകം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നേരത്തെ കണ്ടതും ഇതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ കുറച്ചും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ഇവിടെ ഒരു കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ ഒരു ഷെയ്ഡിനേക്കാളും
ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസിലറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലെ ഒരു കൺസിലർ ബ്രഷിൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഐബ്രോയുടെ അടിവശത്ത് ഇതുപോലെ ഒന്ന് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുകൾ വശത്തും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു കൺസിലർ ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ടോ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ നേരത്തെ പുരുകം ഇപ്പോഴത്തെ പുരുകം തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക കേട്ടോ. ബൈ.